ബാല്യകാല സ്മരണകളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ. ഇനി അങ്ങയോടൊപ്പം ബാല്യകാലം പങ്കിട്ട അങ്ങയുടെ സഹോദരൻ, അങ്ങയുടെ അനുജൻ അപ്പുണ്ണിയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അപ്പുണ്ണിയേട്ടൻ. ഒരുപാട് മാമ്പഴമുള്ള ആ തറവാട്ടിലെ ആ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളാണ് പറഞ്ഞത്. എന്താണ് അങ്ങക്ക് കാരണം ഈ മാങ്ങ പറിക്കാൻ പോകുമ്പോൾ ചില ചെറിയ കുഴികളുണ്ടാവും. അപ്പോൾ അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞങ്ങളിത് അറിയുന്നില്ല. ഈ മാങ്ങ കല്ലെറിഞ്ഞ് വീഴുമ്പോൾ അത് പെറുക്കാൻ ഓടുമ്പോൾ ഞങ്ങൾ വീഴുമ്പോൾ അദ്ദേഹം ചിരിക്കുകയും ചെയ്യും. അതാണ് ആദ്യമുണ്ടായ ഒരു ചെറുപ്പത്തിലെ ഇങ്ങനെ ചതിക്കുഴികൾ ഉണ്ടാക്കി ഒരു കുഴിയിൽ ചാടിച്ചതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരുപാട് പേരെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലൊക്കെ ഒരുപാട് പേരെ അദ്ദേഹം കുഴിയിൽ നിന്ന് കരകയറ്റിയിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് വീഴ്ത്തിച്ചതും വാസ്തവത്തിൽ അപകടപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല. അത് ഒരു ഇത് രക്ഷിക്കാനുള്ള ശിക്ഷയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാങ്ങ വളരെ ഈസി ആയിട്ട് എടുക്കരുത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഇന്ന് വരെയും പാർലമെൻറ്റിലെ രാജ്യസഭയിലൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ ലാഘവത്തോടുകൂടി പ്രസംഗിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹത്തിന് ലാഘവത്തോടുകൂടി പ്രസംഗിക്കാൻ സാധിച്ചത് എന്ന് ഉള്ളത് ഒന്ന് വ്യക്തമാക്കണം. ചോദ്യം അങ്ങക്ക് ക്ലിയർ ആയോ? എന്നെ അതായത് കേവലം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയുള്ള വിദ്യാഭ്യാസത്തേക്കാൾ എനിക്ക് പുറത്ത് ഉള്ള സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് വളരെ സുഖകരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാനുള്ള കാര്യം. അപ്പുണ്ണിയേട്ടൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറുപ്പകാലത്തെ ചില സംഭവങ്ങളിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു വരാമെന്ന് തോന്നുന്നു. ഈ ചിറക്കൽ അമ്പലത്തിലുണ്ടായിരുന്ന ചില ഇഷ്യൂസിനെ പറ്റി ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അവിടെ നടന്നിരുന്ന നെയ് മോഷണവും അതിന് അന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് ചോദ്യം ചെയ്തതിനെ പറ്റി അതിൻ്റെ ഒരു കാര്യം ഞാൻ അപ്പുണ്ണിയേട്ടനോടൊന്ന് ചോദിച്ചോട്ടെ. അങ്ങക്ക് അതിനെപ്പറ്റിയുള്ള ഓർമ്മയുണ്ടാവും? അങ്ങനെ ഒരു സംഭവം വളരെ ചെറുപ്പമാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ വളരെ ഒരു 10-14 വയസ്സ് കഷ്ടേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു 5-8 വയസ്സൊക്കെ ഉള്ളൊരു കാലമാണത്. അപ്പോൾ അന്ന് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യലും ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ വന്ന സമയത്ത് കുസൃതി ചോദ്യം ചോദിച്ചിട്ട് അതിനെ തെളിയിക്കുക, ശരി, എന്നതിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അന്ന്. എന്തായിരുന്നു ഇഷ്യൂ? എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് കൊടുത്ത നെയ് മാറ്റിക്കളഞ്ഞു മോഷണം നടത്തിയവർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ. അപ്പോൾ അത് കണ്ടുപിടിച്ചു. അതങ്ങനെ പാടില്ലല്ലോ, എല്ലാവർക്കും വേണ്ടുന്നതല്ലേ. അത് അവർ മാത്രം അത് തട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാൽ അതൊരു മോശമായിട്ടുള്ള സംഗതിയാണ്. എന്തായിരുന്നു അത് ചെയ്തിരുന്നത്? എന്തായിരുന്നു ചെയ്തത്? അവർ യഥാർത്ഥത്തിൽ അവരുടെ വീടുകളിലേക്കും ഇല്ലത്തേക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഭാഗിച്ചു വെച്ചു. അത് സൂത്രത്തിൽ കടത്താൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അത് വിട്ടില്ല. അങ്ങനെ അത് അവരുടെ ബാക്കിയുള്ള ആൾക്കാരോട് കംപ്ലയിൻറ്റ് ചെയ്ത് അവർ വന്നതെല്ലാം കൂടി അത് പരിഹരിച്ചു. അന്ന് തന്നെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിൽ തന്നെ അത് ഇൻബോൺ ആയിട്ടുണ്ടായിരുന്നു അല്ലേ?